ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് കോവയ്ക്കും അതുപോലെ തന്നെ തൈരും വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 5 കോവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഇതുപോലെ രണ്ടറ്റും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയില്ല അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ അധികം കനലില്ലാതെ അരിഞ്ഞു കൊടുക്കട്ടെ. അതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ റെഡ് കളറായിട്ടുണ്ട്. ഞാൻ വാങ്ങിയതൊക്കെ റെഡ് കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടത്. ആകെ 3-4 കോവയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച കോവയ്ക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയത് വന്നതിന് ശേഷം നമുക്ക് വേണ്ടത് നുള്ളുലുവ കേട്ടോ. ഒരുപാട് കൊണ്ട നുള്ളുലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കല്ലേ അതൊന്നിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതൊന്ന് കോവയ്ക്ക വെന്ത് വരണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നിന്നാൽ മതി. അപ്പോൾ ഈ കോവയ്ക്ക ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കുന്നത് നല്ലത്. അതുപോലെ പ്രതിരോധശേഷി കൂട്ടാനാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടത്. കഴിക്കുന്നത് പച്ചക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ ഒന്ന് വാടി വന്നതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെറുതെ നമ്മൾ കടിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടത്. ഒഴിവാക്കി കളയേണ്ട ഒരു വെജിറ്റബിൾ അല്ല, നല്ല ഹെൽത്തി ഉള്ളതാണ്. അതുപോലെ വെയിറ്റ് കുറക്കാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ കോവക്ക കഴിക്കുന്നത്. നമ്മുടെ കോവക്ക ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവക്കയുടെ ആ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിലിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കോവക്ക ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ ഈ ബൗൾക്ക് ഒരു 1.5 ബൗൾ തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് കറി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ലൂസാക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്നും ഇല്ലാതെ എടുക്കണം കേട്ടോ. തൈരിൻ്റെ കട്ട ഇല്ലാതെ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം. അതായത് ഒരുപാട് ലൂസാക്കാനും പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ കോവയ്ക്കയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ തൈരിൽ നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ അത് നമുക്ക് തൈര് കട്ടല്ലാതെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ലൂസാക്കി എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് എത്രത്തോളം ലൂസ് വേണമെന്നില്ല. ഒരുപാട് ലൂസ് പാടില്ല. എന്നാൽ കുറച്ച് തിക്കിലേ നമുക്ക് ഇത് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച തൈരിക്ക് നമ്മളിവിടെ കോവക്കട കൂട്ടില്ലേ ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കോവക്കട കൂട്ടിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോവക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. ഇനി ഒരു ഉണക്കലോ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അത്ര വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.